ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ വളരെ നിർണായകമായ ചില സംഭവവികാസങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. സമീപകാലത്തായി ടീം ഇന്ത്യ നേരിട്ട വലിയ തോൽവികളും അതിനെ തുടർന്ന് BCCI തലപ്പത്തുണ്ടായേക്കാവുന്ന വലിയ മാറ്റങ്ങളുമാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ പ്രധാന ചർച്ചാവിഷയം. പ്രത്യേകിച്ച് ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകനായ ഗൗതം ഗംഭീറിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോൾ കനക്കുകയാണ്. അഗാർക്കർക്ക് പിന്നാലെ ഗംഭീറും പുറത്തേക്ക് പോകുമോ എന്ന തരത്തിലുള്ള വലിയ ചർച്ചകളാണ് ആരാധകർക്കിടയിലും വിദഗ്ധർക്കിടയിലും ഉയരുന്നത്. സമീപകാല ടെസ്റ്റ് പരമ്പരകളിലേറ്റ കനത്ത തിരിച്ചടികൾ തന്നെയാണ് BCCIയെയും ആരാധകരെയും ഒരുപോലെ പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിദേശത്തും നാട്ടിലും ഒരുപോലെ തിളങ്ങി നിന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി കാര്യങ്ങൾ അത്ര പന്തിയല്ല. പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ സ്വന്തം തട്ടകത്തിലും വിദേശത്തും നേരിട്ട പരാജയങ്ങൾ മുൻകാല റെക്കോർഡുകളെല്ലാം ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു. ന്യൂസിലൻഡിനെതിരെയുള്ള പരമ്പര തോൽവിയും അതുപോലെ തന്നെ ഓസ്ട്രേലിയക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരകളിൽ സ്വന്തം നാട്ടിലേറ്റ വലിയ തിരിച്ചടികളും ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ടീം സെലക്ഷനിലെ പിഴവുകളും പ്രധാന കളിക്കാരുടെ ഫോമില്ലായ്മയും പ്ലേയിംഗ് 11 തിരഞ്ഞെടുക്കുന്നതിലെ അപാകതകളുമെല്ലാം വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു. ഇതിന്റെയെല്ലാം ഉത്തരവാദിത്തം മുഖ്യ പരിശീലകനായ ഗൗതം ഗംഭീറിന്റെയും സെലക്ഷൻ കമ്മിറ്റിയുടെയും മേൽ തന്നെയാണ് വരുന്നത്. 2027 ഏകദിന ലോകകപ്പ് ലക്ഷ്യമിട്ടാണ് ഗൗതം ഗംഭീറിനെ ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. വലിയൊരു കരാറാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളതെങ്കിലും തുടക്കത്തിലെ പ്രകടനങ്ങൾ ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ടീമിൽ വരുത്തിയ പല മാറ്റങ്ങളും തിരിഞ്ഞുകൊത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ചും അനുഭവസമ്പത്തുള്ള ചില മുതിർന്ന താരങ്ങളെ മാറ്റി നിർത്തി പുതിയ പരീക്ഷണങ്ങൾക്ക് മുതിർന്നത് പലപ്പോഴും ടീമിന്റെ താളം തെറ്റിച്ചു. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പല മത്സരങ്ങളിലും ടീം ദയനീയമായി പരാജയപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് ഗംഭീറിന്റെ കോച്ചിംഗ് രീതികളെയും തന്ത്രങ്ങളെയും കുറിച്ച് BCCI കടുത്ത നിലപാടുകളിലേക്ക് കടക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പരിശീലകനായ ഗംഭീറിനും സെലക്ടർമാർക്കുമെതിരെ BCCI കടുത്ത നിലപാട് സ്വീകരിക്കുന്നുവെന്ന് വ്യക്തമാക്കുമ്പോൾ സമീപകാലത്തെ മോശം പ്രകടനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വിലയിരുത്തപ്പെടുകയാണ്. വലിയൊരു ടൂർണമെന്റിനു മുമ്പ് ടീമിനെ വിജയവഴിയിലേക്ക് തിരികെ എത്തിക്കേണ്ട ചുമതല പരിശീലകനാണുള്ളത്. എന്നാൽ ടീമിന്റെ ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും ഒരുപോലെ തകർന്നടിയുന്ന കാഴ്ചയാണ് സമീപകാല മത്സരങ്ങളിൽ കണ്ടത്. വിദേശ പിച്ചുകളിലെ ബാറ്റിംഗ് തകർച്ചയും സ്പിന്നർമാരെ നേരിടാനുള്ള ബുദ്ധിമുട്ടുമെല്ലാം ടീമിന്റെ ആത്മവിശ്വാസത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനങ്ങളും പരിശീലകന്റെ തന്ത്രങ്ങളും ഒരേ പാതയിലല്ല സഞ്ചരിക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ശക്തമാണ്. ഇത്തരം ഘട്ടങ്ങളിൽ ടീമിൽ വലിയ അഴിച്ചുപണികൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. എന്നാൽ അത് എത്രത്തോളം ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കും എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഗൗതം ഗംഭീറിനെ പോലുള്ള ഒരാൾ ടീമിനെ നയിക്കുമ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് വലിയ ആക്രമണോത്സുകതയും വിജയരാഷ്ട്രീയവുമാണ്. പക്ഷെ ഗ്രൗണ്ടിൽ അത് ഫലം കാണാതെ വരുമ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത് സ്വാഭാവികമാണ്. BCCIയുടെ ഭാഗത്തുനിന്ന് ഇതിനകം തന്നെ കർശനമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെന്നാണ് സൂചനകൾ. വരുന്ന പരമ്പരകളിൽ ടീം തിരിച്ചുകയറിയില്ലെങ്കിൽ പരിശീലകന്റെ കസേര തെറിക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ് സെലക്ടർമാരും പരിശീലകരും. എന്നാൽ നിലവിലെ സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോൾ മാനേജ്മെന്റും കളിക്കാരും തമ്മിലുള്ള ആശയവിനിമയത്തിൽ എവിടെയോ വലിയൊരു വിടവ് രൂപപ്പെട്ടിട്ടുണ്ട്. കളിക്കളത്തിലെ പ്രകടനങ്ങളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ടീം എത്തിക്കഴിഞ്ഞു. ആരാധകരുടെ ഭാഗത്തുനിന്നും കടുത്ത വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിലും മറ്റും ഉയരുന്നത്. ഈ സമ്മർദ്ദങ്ങളെല്ലാം നേരിട്ടുകൊണ്ട് ഗംഭീറിന്റെ ടീമിനെ വിജയത്തിലേക്ക് തിരികെ നയിക്കാൻ സാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എങ്കിലും BCCIയുടെ നിലപാടുകൾ കടുക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ വഴിതിരിവുകൾ ഉണ്ടാകുമെന്നുറപ്പാണ്. അഗാർക്കർക്ക് പിന്നാലെ ഗംഭീറും പടിയിറങ്ങുമോ, അതോ ഇന്ത്യൻ ക്രിക്കറ്റിൽ ആരും പ്രതീക്ഷിക്കാത്ത വലിയൊരു കൊടുങ്കാറ്റ് തന്നെയാണോ ഇനി വരാൻ പോകുന്നത്? കഴിഞ്ഞ കാലങ്ങളിലെ ആ വിജയപ്പെരുമകളിലേക്ക് ഇന്ത്യൻ ടീമിന് ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമാണോ, അതോ നമ്മുടെ ക്രിക്കറ്റ് ഭരണം ഇനി പൂർണ്ണമായും അഴിച്ചുപണികളുടെ പാതയിലേക്ക് നീങ്ങുമോ? ഈ വിഷയത്തിൽ ക്രിക്കറ്റ് പ്രേമികളായ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഗൗതം ഗംഭീറിനെയാണോ അതോ സെലക്ഷൻ കമ്മിറ്റിയെയാണോ നിങ്ങൾ ഈ തകർച്ചയ്ക്ക് ഉത്തരവാദിയായി കാണുന്നത്? നിങ്ങളുടെ ചിന്തകളും പ്രതികരണങ്ങളും എന്തായാലും അത് തീർച്ചയായും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.